നമ്മൾ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്രൗസർ ഗൂഗിൾ ക്രോമാണ്. അധിക ഫോണിലും ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിഫാൾട്ട് ബ്രൗസറായിട്ട് വരുന്ന ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. സ്ഥിരമായിട്ട് ഗൂഗിൾ ക്രോം തന്നെ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗസർ, ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു ബ്രൗസർ ഉപയോഗിച്ച് നോക്കാം. ഈ ബ്രൗസറിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്കായ സൈറ്റുകളിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് VPN ഉപയോഗിക്കും. എന്നാൽ ഈ ബ്രൗസറിൽ VPN ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനാവും. അതായത് ബ്രൗസറിൽ തന്നെ നമുക്ക് പല രാജ്യങ്ങളെയും സെർവറിലേക്ക് കണക്ട് ചെയ്യാനാവും. അപ്പം ബ്ലോക്കായ സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ മറ്റൊരു ഓപ്ഷനും വേണ്ട, ഈ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാം. ഫാസ്റ്റായിട്ട് നമുക്ക് പേജുകളിൽ ലോഡാവും. അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഈ ബ്രൗസർ ഇതിൻ്റെ പേര് പ്രോക്സി ബ്രൗസർ എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ താഴെ ഭാഗത്ത് ഒരു ചിഹ്നം കാണുന്നില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രാജ്യത്തിൻ്റെ സെർവറാണോ വേണ്ടത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ബ്ലോക്കായ സൈറ്റുകൾ ഉണ്ടാവും. ആ സൈറ്റുകൾ ചിലപ്പം അമേരിക്കയിൽ ബ്ലോക്ക് ആയിക്കില്ല, അമേരിക്കയിൽ ഓപ്പൺ ആവും, അല്ലെങ്കിൽ ജപ്പാനിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യാം. സംഭവം തിരിഞ്ഞിക്കോ. അതുകൂടാണ്ട് നമ്മളെ ബ്രൗസിങ് ഡാറ്റ, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഡാറ്റ കംപ്ലീറ്റ് ഈ ഹോം പേജിൽ നിന്ന് തന്നെ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഇവിടുന്ന് ക്ലിയർ ചെയ്യാനാവും. ഇതിനുള്ള നല്ലൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഇമേജ് ഹൈഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് മാത്രം ബ്രൗസ് ചെയ്തെടുക്കാനാവും. അതിന് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജനറൽ സെറ്റിങ്സിൽ ബ്ലോക്ക് ഇമേജസ് എന്നുള്ള ഈ കോളം ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോകുന്ന വെബ്സൈറ്റിൽ ഒരുപാട് ഇമേജുകൾ ഉണ്ടാവും. ആ ഇമേജ് ഒന്നും ലോഡാകില്ല. നമുക്കിപ്പോൾ കുറഞ്ഞ ഡാറ്റയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ നെറ്റ് ഭയങ്കര സ്പീഡ് കുറവാണ്, അങ്ങനത്തെ ഒക്കെ സമയത്ത് ബ്രൗസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഈ ഇമേജ് ലോഡാകാണ്ടിരിക്കൽ. ഇമേജ് ലോഡാകാൻ ഒരുപാട് സമയം എടുക്കും, അതുപോലെ ഒരുപാട് ഡാറ്റയും വേണം. അതും നമുക്ക് വളരെ ഉപകാരമുള്ളൊരു ഫീച്ചറാണ്. ഒരു ബ്രൗസറിന് ആവശ്യമുള്ള എല്ലാ ഫീച്ചറുകളും ഉള്ള വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ കഴിയുന്ന, പേജുകളെല്ലാം പെട്ടെന്ന് ലോഡാക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രൗസറാണ്. അതുപോലെ പേജുകളിലെ ഇമേജ്, വീഡിയോ ഒക്കെ നമുക്ക് ഇതിന് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അടിപൊളിയാണ്. ഡൗൺലോഡ് ടാബ് വേറെ തന്നെ ഉണ്ട്. ആവശ്യക്കാരൊന്ന് ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.